വിനീതേ, സച്ചിൻ്റെ സിനിമ പൈസ കിട്ടി ഷൂട്ട് തുടങ്ങാൻ ഇനി ഒരു വർഷമെങ്കിലും സമയമെടുക്കും. നിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആണോ? നീ മാറ്റിയത് സ്ക്രിപ്റ്റ് പക്കയാണ് കേട്ടോ, ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്റർ. പക്ഷേ ഹനയെപ്പോലെ കറന്റിലി ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റിനെ വെറുപ്പിച്ച ഇൻഡസ്ട്രിയിൽ എൻ്റെ ക്രെഡിബിലിറ്റി പോകും. വോക്സ് ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് മലയാളം പ്രൊഡക്ഷനായി വിനീതിൻ്റെ സിനിമ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. ആർ യു ഇൻ? എന്നിട്ട് ഞാനോ പറഞ്ഞു എന്തിനെ? പിന്നല്ലാതെ ശുദ്ധ പോക്കൃത്തരല്ലേ അയാൾ കാണിച്ചത്. എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന തന്നെ സച്ചിന. എന്നിട്ട് സച്ചിന്റെ പടം ക്യാൻസൽ ചെയ്ത് സച്ചിൻ അറിയാതെ എനിക്ക് ഓഫർ വന്നിരിക്കും. പ്യുവർ തന്തയില്ലായ്മ. അപ്പൊ നിന്റെ പടം എപ്പോൾ നടക്കാനാ? സച്ചിന്റെ പടം ഈ വർഷം തീരും. അത് കഴിഞ്ഞ ഉടൻ എൻ്റെ പടം. അതെനിക്ക് അയാൾ വാക്ക് തന്നിട്ടുണ്ട്. ഒരു നല്ല സംവിധായകനാവണമെങ്കിൽ ആദ്യം നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവണം. അത് പോയിന്റ്. വിനീത് മാധവൻ, ഏജ് 23, സ്റ്റിൽ ദ യങ്ങസ്റ്റ്, സ്റ്റിൽ സെക്സി. വിത്തിൻ 1 month ചിത്രയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് ഞാൻ റെഡിയാക്കിയിരിക്കും. ഫയാസ് ആയിരുന്നു ശരി. 1 month പോയിട്ട് 1 year ആയിട്ടും ചിത്ര തുടങ്ങിയില്ല. പെട്ടെന്നായിക്കോട്ടെ ഏട്ടാ. നേരെ മറിച്ച് അർജുൻ ഹരിദാസ് അവൻ്റെ പടം ചെയ്ത് അത് റിലീസാവാനായി. ആഫ്റ്റർ പാർട്ടി, നല്ല ഷഡ്ഡി പേര്. ഹലോ വിനീതേ, തിരക്കാണോ? എൻ്റെ പടത്തിൻ്റെ ഫൈനൽ എഡിറ്റ് കഴിഞ്ഞു. എനിക്കൊരു ജഡ്ജ്മെന്റ് കിട്ടുള്ളൂ. ലോക്കാക്കുന്നതിന് മുമ്പേ ഒരു 3rd person ഒപ്പീനിയൻ വേണം. വിനീതിനൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ അങ്ങോട്ട് വരാം. പടത്തിന്റെ ജോണർ എന്താ? അത് സസ്പെൻസാ. 2 വർഷമായിടോ ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട്. എന്തോ ഒരു USP മിസ്സിംഗ് ആയിരുന്നു. അതും ആലോചിച്ച് തല വരുത്ത് നടക്കുമ്പോഴാണ് തൻ്റെ ഷോർട്ട് ഫിലിം കാണുന്നത്. അപ്പോഴാണ് ഇതിനൊരു മോൺസ്റ്റർ ആംഗിൾ കൊണ്ടുവന്നാലോ എന്നുള്ളൊരു തോട്ട് വരുന്നത്. പിന്നെ പരിപാടി വർക്കായി. ഞാൻ പ്രതീക്ഷിച്ച പോലെ വന്നിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ ഇതൊരു ഫ്രഷ് ഐറ്റം ആയിരിക്കും. പോണ്ടേ? പോരാ, ഫ്ലൈറ്റിന് സമയമായി. ഞാൻ ദേ വരും. ഓക്കെ. അപ്പോൾ സമാധാനമായിട്ടിരുന്ന് പടമൊന്ന് കാണും. ഞാൻ അവളൊന്ന് എയർപോർട്ടിലാക്കിയിട്ട് വരാം. ഓക്കെ? പിന്നെ വിനീതേ, തൻ്റെ ഇസ്തറ്റിക്സ് ആണോ ഞാൻ ചെറുതായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഹൊറർ സീൻസിനൊക്കെ തൻ്റെ ഷോർട്ട് ഫിലിംസ് ആയിരുന്നു റെഫറൻസ്. തനിക്ക് കണ്ടാൽ മനസ്സിലാവും. തന്നെ നല്ല കണ്ടിട്ട് പറ, എന്നാലേ എനിക്കൊന്ന് ശ്വാസം വിടാൻ പറ്റുള്ളൂ. 100% ഓണസ്റ്റിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താൻ പറയണം. ഓക്കെ? എന്റെ പാസ്പോർട്ട് കയ്യിലില്ലേ? ഓ, എല്ലാം കയ്യിലുണ്ട്. പേടിപ്പിക്കണം. DTs വെച്ച് എല്ലാവരെയും പേടിപ്പിക്കണം. കട്ട് കട്ട്. കിട്ടി. എൻ്റെ ആദ്യ സിനിമ, മോളിവുഡ്സ് ഫസ്റ്റ് മോൺസ്റ്റർ മൂവി, എൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ എക്സ്റ്റൻഷൻ. First will always be recorded and remembered in history. എന്തായി കഴിഞ്ഞോ? എങ്ങനെയുണ്ട്? നിന്റെ സിനിമയാണെന്ന് അറിയില്ല, ഞാൻ എടുത്തു വെച്ച പോലെയുണ്ട്. എൻ്റെ വിഷ്വലൈസേഷൻസ്, കട്ട് പോയിന്റ്സ്, കളർ പാലറ്റ്, മ്യൂസിക് ഇല്ലാത്ത സൗണ്ട് ട്രീറ്റ്മെൻറ്റ് എല്ലാം നീ എടുത്തു. ഇനി എന്തായാലും എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. നാളെ അർജുൻ ഹരിദാസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന മറ്റൊരു ഫിലിം മേക്കർ, അതായിരിക്കും എന്നെ കാത്തിരിക്കുന്ന ടാഗ്. നീ ഇപ്പം എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ നിന്റെ കഥ മോഷ്ടിച്ചു എന്നാണോ? കഥയാണ് നീ മോഷ്ടിച്ചിരുന്നെങ്കിൽ നീ എന്നോട് ചെയ്യുന്ന ചതി മാത്രം.
ഇതിപ്പോ നീ എന്നെ ഡിസ്ട്രോയ് ചെയ്തു. എൻ്റെ പൊന്നു വിനീതേ, ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. 2 വർഷമായി ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ട്. അതിലേക്ക് മോൺസ്റ്റർ ആംഗിൾ ആഡ് ചെയ്യുക മാത്രമാണ് ഞാൻ പുതിയതായിട്ട് ചെയ്തത്. പിന്നെ ഈ സിനിമ ആദ്യം ചെയ്യാൻ പറ്റിയത് എൻ്റെ ഡെസ്റ്റിനി. അത്രേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, കഥ മാത്രമല്ല മോഷണം. ഒരു സംവിധായകന്റെ ശൈലി, അതും ആദ്യ സിനിമ പോലും ചെയ്യാത്ത സംവിധായകന്റെ ശൈലി മോഷ്ടിക്കുന്നത് അയാളെ കൊല്ലുന്നത് പോലെ. ഒരു കോടതിയിലും എനിക്കിത് തെളിയിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് നീ അറിഞ്ഞിരിക്കണം. എൻ്റെ വിനീത, നീ എന്തൊക്കെയാണ് ഈ സിനിമ ബ്ലോക്ക് ബസ്റ്ററാണ്. അത് നിനക്കുറപ്പില്ലെങ്കിലും എനിക്കുറപ്പുണ്ട്. കാരണം ഇതിൻ്റെ സത്ത് എൻ്റെ ഉള്ളിലുണ്ടായത്, എൻ്റെ കൺവിക്ഷൻ. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. പുതുപുത്തൻ അവതരണ ശൈലിയും ക്രാഫ്റ്റ്മാൻഷിപ്പും കൊണ്ട് മലയാള സിനിമയെ ഇങ്ങനെ ഞെട്ടിച്ചൊരു പുതുമുഖ സംവിധായകൻ വേറെ ഉണ്ടായിട്ടില്ല. ഒരൊറ്റ സിനിമ കൊണ്ട് അർജുൻ ഹരിദാസിനെ ഒരു ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അർജുന്റെ പടം നിന്റെ ക്രിയേഷൻ ആണല്ലേ? എന്താ ഇത്? അപ്പന്റെ കഥാമത്സരത്തിൽ വന്നൊരു ചെറുകഥയാണ്. ചിത്രം നല്ലൊരു സ്ക്രിപ്റ്റാണ്. പക്ഷെ അർജുൻ അടിക്കണമെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റിന് മുകളിൽ നമുക്കൊരു USP ഉണ്ടാവണം. ഈ കഥ നമുക്ക് വേണമെന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞ USP ഇതിലുണ്ട്. നീ ഇതിലൊന്ന് കൈവച്ച ഇത് നെക്സ്റ്റ് ലെവലിലെത്തും. പിന്നെ ഫണ്ട് റെഡിയായി വിനീതേ, നീ ഇതൊന്ന് എഴുതി തീർത്താ നമുക്ക് ഷൂട്ട് അടുത്ത മാസം തുടങ്ങാം. ഞാൻ വായിക്കില്ല. വിനീതേ, സൃഷ്ടി നല്ലതാണെങ്കിൽ സൃഷ്ടാവിൻ്റെ പേരിൽ ആരാണോ അയാളെ അവർ ആരാധിക്കും. അതിനവർ കാരണങ്ങളും കണ്ടെത്തും. അത് മറ്റൊരാളുടെ കഷ്ടപ്പാടാണെന്ന് കേൾക്കാൻ പോലും ആരും ഇഷ്ടപ്പെടുന്നില്ല. നിന്നെ മോഷ്ടിച്ച അർജുൻ ഹരിദാസ് ഇപ്പൊ ആരാണെന്ന് നോക്കിയാൽ നിനക്കത് മനസ്സിലാവും. റിസൾട്ട് മാത്രമാണ് പ്രധാനം. സച്ചിൻ ശരിയായിരുന്നു. എന്നെ മോഷ്ടിച്ച അർജുൻ ഹരിദാസിന് അതിനുള്ള പ്രത്യാഘാതങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവൻ ഉയരങ്ങളിലേക്ക് പോയിട്ടേ ഉള്ളൂ. സോ ഞാൻ ഇതുവരെ വിശ്വസിച്ചതെല്ലാം തെറ്റായിരുന്നു. പക്ഷെ അത് കരുതി ഞാൻ തെറ്റിയില്ല. മറ്റൊരാളുടെ കഷ്ടപ്പാട് മോഷ്ടിക്കാൻ ഞാൻ കൂടെ നിൽക്കില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ തീവ്രമായി ആഗ്രഹിച്ച ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഐ ട്രൂലി ബിലീവ് ഇൻ ഡെസ്റ്റിനി. ദൈവത്തിന് നന്ദി. ഡെസ്റ്റിനി, തലവര, വിധി. ഇതാണ് എൻ്റെ വിധിയെങ്കിൽ ആ വിധിയിൽ എനിക്കിനി വിശ്വാസമില്ല. വിധി കൽപ്പിച്ച ദൈവത്തിലും. തീവ്രമായി ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം പ്രപഞ്ചം കൂടെ നിൽക്കില്ല. എൻ്റെ തീരുമാനങ്ങളാണ് എൻ്റെ വിധി എഴുതുന്നത്, ദൈവമല്ല. സച്ചിനോടുള്ള ലോയൽറ്റി, ആ കാത്തിരിപ്പിൽ എനിക്ക് നഷ്ടമായ 1 വർഷം. അവിടെയാണ് എനിക്ക് പഴിച്ചത്. ഇനി ആരോടും ലോയൽറ്റി ഇല്ല. ഒരു മനുഷ്യനെ എനിക്ക് വിശ്വാസമില്ല. ഒരു ചൂഷണത്തിനും ഞാൻ എന്നെ വിട്ടുകൊടുക്കില്ല. എൻ്റെ തലവര ഞാൻ തന്നെ വരയ്ക്കും. ഞാൻ മലയാളത്തിലെ യങ്ങസ്റ്റ് ആൻഡ് ദ ഫൈനസ്റ്റ് ഹൊറർ ഫിലിം മേക്കർ ആവും. ഹലോ, സാറിൻ്റെ ഓഫർ ഇപ്പോഴും ഓപ്പൺ ആണെങ്കിൽ ഞാൻ റെഡിയാണ്. പക്ഷേ എനിക്ക് 2 കണ്ടീഷൻസ് ഉണ്ട്. പറഞ്ഞോളൂ. 1, എൻ്റെ സിനിമയുടെ ഫുൾ സ്ക്രിപ്റ്റ് ഞാനല്ലാതെ ക്രൂവിലെ മറ്റാരും വായിക്കാൻ പോകുന്നില്ല, അറിയാൻ പോകുന്നില്ല. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കണ്ടന്റ് മാത്രം ഞാൻ നേരിട്ട് പറഞ്ഞു കൊടുക്കും. എനിക്ക് ആരെയും ഇൻട്രസ്റ്റ് ഇല്ല. 2, സിനിമയുടെ ഷൂട്ട് മുതൽ ഫൈനൽ കട്ട് വരെ എൻ്റെ മാത്രം ഡിസിഷൻ ആയിരിക്കും. നോ ഇൻ്റർഫിയറൻസ് ഫ്രം ദ സ്റ്റുഡിയോ സൈഡ്. ഓക്കെ, എനിക്ക് സ്വരൂപിൻ്റെ ഡേറ്റ്സ് ഉണ്ട്. അവന് പറ്റുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ ഞാൻ നിന്റെ എല്ലാ കണ്ടീഷൻസിനും ഓക്കെയാണ്. ഇനിയെല്ലാം എൻ്റെ കൺട്രോളിലായിരിക്കും. എനിക്കിനി പുതിയൊരു ഐഡന്റിറ്റി ഉണ്ടാവും. ഇനി വിനീത് മാധവൻ പഴയ വിനീത് മാധവനല്ല. കാരണം ഞാൻ ഇതുവരെ വിശ്വസിച്ചതെല്ലാം തെറ്റായിരുന്നു.
ലോകം അൺഫെയറാണ്. അതിന് എൻ്റെ സിനിമകളിലും പ്രതിഫലിക്കും. എൻ്റെ വിധി എൻ്റെ തീരുമാനങ്ങളാണ്. അതാണ് സത്യം. അത് മാത്രമാണ് സത്യം.